മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ജിൻഡോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞു. ജിൻഡോ പറഞ്ഞ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. നോറയ്ക്ക് ജിൻഡോയെ അറിയാമായിരുന്നു മുമ്പ് തന്നെ, ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കറിയാം. പക്ഷെ നോറയ്ക്ക് ബിഗ് ബോസിലേക്ക് വിളി വന്നതിന് ശേഷം ജിൻഡോയോട് ഒന്നുകൂടി ഫോണിലൂടെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു അങ്കമാലിയിൽ നിന്നുള്ള ഗബ്രി എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട് ഇത്തവണ, കൊല്ലത്തുനിന്ന് ജാസ്മിൻ ജാഫർ എന്ന ഇൻഫ്ലുവൻസറും ഉണ്ട്, ഇവരൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഒന്നിച്ച് നിൽക്കാം എന്നൊരു പ്ലാന്, നമുക്കും ഇതിന് കൂട്ടു നിൽക്കാം ജിൻഡോ ചേട്ടാ. ഇത്രയും കാര്യങ്ങൾ നോറ പറഞ്ഞു എന്ന രീതിയിലാണ് ജിൻഡോയുടെ കഥ പോകുന്നത്. ഇങ്ങനൊരു പ്ലാനിങ് ഇവര് മൂന്നുപേര് തമ്മിൽ നടന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജബ്രി കോംബോ ഉണ്ടാകുന്നത്. നോറയുമായി ജാസ്മിൻ ആദ്യമേ സൗഹൃദം സ്ഥാപിച്ചതും ഈ പ്ലാനിന്റെ ഭാഗമായിട്ടാണ്. വന്നു കയറിയ പാടെ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് ജാസ്മിന്റെയും നോറയുടെ അഭിപ്രായങ്ങൾ മാച്ചാവാതിരിക്കുകയും അവര് പിരിയുകയും ചെയ്തു, അടിയും ഉണ്ടാക്കി. ഇതിനർത്ഥം നോറയുടെയും ജാസ്മിന്റെയും പ്ലാൻ ബിഗ് ബോസ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. പക്ഷെ ജബ്രീനെ പൊളിച്ചെടുക്കാൻ ബിഗ് ബോസിനെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അതൊക്കെ വേറെ കാര്യം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 പേര് പുറത്തുനിന്ന് തന്നെ പ്ലാൻ ചെയ്ത് വന്നു എന്നതാണ്. ആ പ്ലാനിന് കൂട്ടു നിൽക്കാതെ അതിൽ നിന്ന് മാറി നിന്ന നമ്മുടെ ജിൻഡോനെ ഇവരിപ്പോ ടാർഗറ്റ് ചെയ്ത് ബലിയാടാക്കാൻ ശ്രമിക്കുന്നു. നിയമലംഘനമല്ല ഇതൊക്കെ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക.